ഹലോ, നല്ല നമസ്കാരം. നടൻ രാജേഷ് മാധവ് ആദ്യമായി സംവിധായകന്റെ തൊപ്പി അണിയുന്ന പെണ്ണും പൊറോട്ടും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദഹിച്ചാൽ സൂപ്പർ, ദഹിച്ചില്ലെങ്കിൽ ഷർദില്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കപ്പെടാത്ത ഒരു സിനിമ. ഈ സിനിമ എന്താ പറയുക, മനുഷ്യൻ്റെ മൃഗങ്ങളുടെയും പൊള്ളത്തരങ്ങളെ പരിഹസിക്കുന്ന സിനിമ. പാലക്കാടൻ പശ്ചാത്തലത്തിലാണ് പട്ടണ എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. പ്രധാനമായും രണ്ട് പാരൽ ട്രാക്കുകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. മനുഷ്യരുടെ ട്രാക്കും മൃഗങ്ങളുടെ ട്രാക്കും. മനുഷ്യരുടെ ട്രാക്ക് നോക്കുമ്പോൾ സ്വന്തമായി കാഴ്ചപ്പാടുകളുള്ള ചാരുലത എന്ന പെൺകുട്ടിയെക്കുറിച്ച് നാട്ടിലെ ആൺകൂട്ടം അനാവശ്യമായ റൂമറുകൾ പ്രചരിപ്പിക്കുന്നു. ഇതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അടിപിടികളുമാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ. പിന്നെ മൃഗങ്ങളുടെ ട്രാക്ക് നോക്കുമ്പോൾ സുട്ടു എന്ന് പറയുന്ന പട്ടിക്ക് പേ പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത ഗ്രാമത്തിൽ പരക്കുകയാണ്. യഥാർത്ഥത്തിൽ പേയില്ലാത്ത ഈ പട്ടി പിടിക്കാനായി നാട്ടുകാർ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ ഭാഗം രണ്ടും കൂടിയാണ് ഈ സിനിമയുടെ പ്രധാനമായ പ്ലോട്ടായിട്ട് വരുന്നത്. ഇതിൽ നാട്ടിൽ ആർക്കൊക്കെയാണ് പേ പിടിച്ചത് എന്ന ചോദ്യത്തിലൂടെ സമൂഹത്തിലെ ഭ്രാന്തമായ ചിന്താഗതികളെ സിനിമ ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള സൊസൈറ്റിയുടെ ഒരു കണ്ണാടി പോലെയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, രാജേഷ് മാധവൻ തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ചൊരു ക്രാഫ്റ്റ് മാനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിൻ്റെ മേക്കിംഗ് ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന, അതല്ല എങ്കിൽ ഒരു LJPയുടെ പാറ്റേൺ ഉള്ള, എന്നാൽ സ്വന്തമായി വ്യക്തിത്വമുള്ള രാജേഷിൻ്റെ സംവിധാനം മികച്ചതാണെന്ന് ഞാൻ പറയും. പിന്നെ പിന്നെ ആൾക്കാരെ വച്ച് ഇത്രയും ഗംഭീരമായിട്ടൊരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ആ ചാരുവിൻ്റെ ക്യാരക്ടർ, പിന്നെ നല്ല കിടിലം ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ, പിന്നെ വത്സൻ, മറ്റേ ഏഷണിയൊക്കെ പറയുന്ന ആ പിന്നെ പെൺകുട്ടി ഇങ്ങനെ മൊബൈലൊക്കെ എടുത്ത് കാണിച്ച് കേൾപ്പിക്കുന്ന സാധനം, പിന്നെ സുജൻ മാഷ്, അതോടൊപ്പം തന്നെ കുമാർ. എൻ്റെ കുമാറേ, നിനക്ക് വല്ല കഴപ്പുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇവർക്കൊക്കെ ശബ്ദം നൽകിയ, ഈ മൃഗങ്ങൾക്കൊക്കെ ശബ്ദം നൽകിയ സുട്ടുവിന് നമ്മുടെ ടൊവിനോ തോമസ് ആണ് പിന്നെ ശബ്ദം കൊടുത്തത്. പിന്നെ ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രൻ, ആനന്ദ് മന്മഥൻ, അങ്ങനെ അവരൊക്കെ കുറേ പേര് പിന്നെ മൃഗങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്. പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ആനയുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുറേ പക്ഷികളുണ്ട്, പശുവുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾക്കുണ്ട്. ഓക്കെ, പിന്നെ മൃഗങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മൃഗങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, പല രംഗങ്ങളിലും അതൊരു സെറ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ ഗംഭീരമാണ്. പിന്നെ പാലക്കാട് സ്ലാങ്, പിന്നെ അത് വളരെ കൃത്യമായിട്ടും സ്വാഭാവികമായിട്ടും തന്നെ ഇത് ചെയ്തിട്ടുണ്ട്, പിന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്തതുപോലെയാണ് എനിക്ക് പലരുടെ ആക്ടിങ് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. നല്ല ഗംഭീരമായിട്ട്, ആരും പിന്നെ ഒരു വലിയ ഓവർ ആക്ടിങ് ആയിട്ട് തോന്നില്ല. പുതുമുഖ പിന്നെ നടിമാരാണ് അല്ലെങ്കിൽ നടന്മാരാണ് എന്ന് ഒരു മനുഷ്യരെയും നമുക്ക് തോന്നാത്ത രീതിയിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് അവർ ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ സംവിധായകൻ ലാസ്റ്റിൽ ഒന്ന് കയറി വരുന്നുണ്ട്. ഓക്കെ, അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എങ്കിൽ പോലും, പക്ഷെ വന്ന് കയറി പോകുന്നത് സ്വന്തം സിനിമ ആയതുകൊണ്ട് ഒന്ന് മുഖം കാണിച്ചു പോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ ക്ലൈമാക്സിൻ്റെ ഭാഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു LJPയുടെ ഒരു പിന്നെ വേർഷൻ ഇതിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കൽ മൂവ്മെൻറ്റ് കരച്ച അവസാനത്തെ പട്ടിയുടെ കുറേ പരിപാടികളുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ വിദ്വേഷം എന്ന് പറയുന്നത് ഇങ്ങനെ തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു ഫോർമാറ്റായിട്ട് മാറിയിരിക്കുകയാണ്. തമ്മിൽ തല്ലുന്ന രണ്ട് സംഘങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മുറിക്കകത്ത് അകപ്പെട്ടു പോവുകയാണ്. അതിനകത്ത് ആ ഒരു സാധനം നല്ല കിടില സാധനം കേട്ടോ. അതിൻ്റെ ക്യാമറ വർക്കും സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ കുടിസ റൂം, ഒരു ടോയ്ലറ്റ് പോലെയുള്ളൊരു സാധനം, അല്ലെങ്കിൽ ഒരു പാസേജ് പോലുള്ളൊരു സാധനം, അവിടെ ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിർത്തിയിട്ട് ക്യാമറ ഇങ്ങനെ ടോപ്പിൽ കൂടെ ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ പോകുന്നു. ഓരോരുത്തരുടെ ഭാവങ്ങൾ ആ സമയത്ത് കാണുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സീന്. അത് നല്ല കിട്ടില്ല സാധനം. അതോടൊപ്പം തന്നെ എനിക്ക് ക്ലൈമാക്സിൽ ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്. ഒരു
പാറമട അതിനകത്ത് അവിടെ വച്ചുള്ള ഒരു സെറ്റപ്പ് കിട്ടില്ല സാധനം, കിട്ടില്ല. അതേപോലെ തന്നെ തുടക്കത്തിലെ സാധനം, തുടക്കത്തിൽ എഴുതി കാണിക്കുന്നതിന് ഉള്ള ആ ഒരു സാധനം, ആ ഒരു കിട്ടില്ല സാധനം, ഒരു സാധനം കിട്ടില്ലെന്ന് വെച്ചാൽ കിട്ടില്ല സാധനം, അതും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവസാനം ആ പട്ടിയുടെ ആ ഒരു സാധനം ഉണ്ടല്ല, ആ നാട്ടുകാർ, ആ ക്ലൈമാക്സിലെ സാധനം, ആ ഒരു ക്ലൈമാക്സിലെ ആ ഒരു എലിവേഷൻ സൂപ്പർ ഫെൻറ്റാസ്റ്റിക്. പിന്നെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ നോക്കുമ്പോൾ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ ചമൻ ചാക്കോ വളരെ ഗംഭീരമായിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് സിനിമ തീർത്തു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നന്നായിട്ട് വലിച്ച് നീട്ടാൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ സബിൻ ഉരുളക്കണ്ടി അദ്ദേഹത്തിൻ്റെ ക്യാമറ നന്നായിട്ട് എല്ലാം മിക്കതും ലോങ് ഷോട്ടും വൈഡ് ഷോട്ടുകളൊക്കെയാണ് ഗംഭീരമായിട്ട്. കാര്യം വെച്ചാൽ അവസാന ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെടുന്നതും പിന്നെ വാഹനത്തിൽ ഇങ്ങനെ കുറേ ചെറിയ സ്കൂട്ടറിൻ്റെ ചില സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ സൗണ്ട് ഗംഭീര സൗണ്ട്, പട്ടി ഇങ്ങനെ കുരച്ചിങ്ങനെ കറങ്ങി വരുന്നുണ്ട്, ഗംഭീര സൗണ്ട്. അതോടൊപ്പം തന്നെ വിനോദ പട്ടപ്പനയുടെ ആർട്ട് വർക്കും പിന്നെ VFX ക്വാളിറ്റിയും ഗംഭീരമായിട്ടുണ്ട്, നല്ല നിലവാരം പുലർത്തി VFX. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഒരുപക്ഷെ പാലക്കാടൻ ഭാഷ അറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ അത് ചില വാക്കുകൾ അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ ചിലപ്പോൾ അത് ഒരു ഗ്രിപ്പിംഗ് ഉണ്ടാവത്തില്ല. ഭാഷയുടെ ആ ഒരു സാധനം, ആ ഒരു സ്ലാങ് ചിലത് എനിക്കും ചിലത് കത്തിയിട്ടില്ല, ചിലത് ഇനി OTT വരുമ്പോഴാണ് ഇത്തിരി കൂടി നന്നായിട്ടൊന്ന് അത് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ തുടക്കത്തിൽ കുറച്ച് ലാഗുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന നമ്മുടെ കുമാരണ്ണം പറയുന്ന ആ ഒരു ഡയലോഗ്, അതോടൊപ്പം തന്നെ തീട്ട വർത്താനം, ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ, ചില വാക്കുകൾ പിന്നെ ഇത്തിരി ഇതായിട്ട് എനിക്ക് തോന്നി. ചുരുക്കത്തിൽ ഒരുപക്ഷെ കനകം കാമിനി, തിങ്കളാഴ്ച നിശ്ചയം, ജല്ലിക്കെട്ട് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ സിനിമയുടെ ഒരു ശൈലിയിൽ, അല്ലെങ്കിൽ ഫ്രം സോ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ ഗംഭീരമായിട്ട് വർക്കാവും. അല്ലാത്തവർക്ക് ഇതൊരു പിന്നെ പൊറാട്ട് സിനിമയായിട്ടേ തോന്നത്തുള്ളൂ. ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് എത്രത്തോളം ആൾക്കാർ ആ സിനിമയിൽ പിന്നെ എൻഗേജ്ഡ് ആകുന്നോ അത്രയും ഗംഭീരമാകും, നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു പിന്നെ ദേശീയ അവാർഡ് കിട്ടിയ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു നാടകത്തിൻ്റെ ഒരു ടീമിൻ്റെ, പിന്നെ വിനയ് ഫോർട്ടിൻ്റെയൊക്കെ ഒരു സിനിമ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല. അതേപോലെ തന്നെയാണ് ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, നിർബന്ധമില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടാൽ ഗംഭീര സാധനമാണ്, കിടിലം. ഓക്കെ, താങ്ക് യു.